ഹലോ ഗൈസ്, പൊതുരുടിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ എന്ന ഗെയിം എത്ര മനോഹരമാണല്ലേ. നമ്മൾ ആരാധകർക്ക് നമ്മുടെ ഇഷ്ട ടീമുകളോടും അതേപോലെ നമ്മുടെ ഇഷ്ട താരങ്ങളോടും അത്രമേൽ അവരുടെ ഓരോ ചലനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുക തന്നെ ചെയ്യും. അത്രമേൽ ഫുട്ബോൾ നമ്മുടെ ആ ഒരു വെള്ളവരയ്ക്ക് അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിനെ പുറത്തു നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് അത്രമേൽ നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതേപോലെയാണ് ഫുട്ബോൾ താരങ്ങൾക്കും പരിശീലകർക്കും. അവർ ഒരുപക്ഷെ വർഷത്തിന്റെ പകുതിയും വർഷത്തിന്റെ മുക്കാൽ ഭാഗവും സ്വന്തം ഫാമിലി പോലെ ഒരു കോച്ചസ് ആണെങ്കിൽ അവരുടെ മക്കളെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിൽ അവരുടെ ഫാദേഴ്സിനെ പോലെ, അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സിനെ പോലെ, അവരുടെ അവരുടെ ഫ്രണ്ടിനെ പോലെ ഒരു ഫാമിലിയായി അവർ ട്രാവൽ ചെയ്യും, അവർ ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ വിട്ടുപോകുമ്പോൾ താരോ അല്ലെ കോച്ചോ അങ്ങനെ വിട്ടുപോകുമ്പോൾ മറ്റൊരാൾക്ക് അത് ഹൃദയത്തെ കത്തി കുത്തിയിറക്കുന്ന വേദനയോടെ അത് ഏറ്റുവാങ്ങാനാകൂ. അത്തരത്തിലൊരു സംഭവം സാക്ഷികളായി ലോകം ഇന്നലെ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റർ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും _107 നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. എന്തെന്നല്ലേ, ആന്റണി ഗ്രീസ്മാൻ ഈ സീസണിന് ശേഷം അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുകയാണ്. അത്തരത്തിൽ കണ്ണീരടക്കാൻ കഷ്ടപ്പെടുന്ന, ചിരിക്കാൻ ഒന്ന് കഷ്ടപ്പെടുന്ന ഡീഗോ സിമിയോണെ നമ്മൾ ഇന്നലെ കണ്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നമ്മൾ പ്ലാൻ ചെയ്ത ക്വസ്റ്റ്യനുകളിലേക്ക്, അതേ ഇന്നലെ പറയുകയാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, നമ്മൾ പ്ലാൻ ചെയ്ത ക്വസ്റ്റ്യനുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ആന്റണിയെ കൂടെ ഇരുത്തിക്കൊണ്ട് പറയാനുണ്ട്. പ്രിയപ്പെട്ട ഗ്രീസി, നിന്റെ വിനയത്തിനും കഠിനാധ്വാനത്തിനും നന്ദി പറയാൻ ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുകയാണ്. നീ ഞങ്ങൾക്ക് സമ്മാനിച്ച ഓരോ നല്ല കാര്യങ്ങൾക്കും, ഈ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നതിനും സമ്മാനിക്കാൻ പോകുന്നതിനും ഞാൻ നന്ദി പറയുകയാണ്. ഒരു താരമെന്ന രീതിയിലുള്ള നിന്റെ പ്രൊഫഷണലിസത്തിനും ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള നിന്റെ വിനയത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് നീ. പ്രിയപ്പെട്ട ഗ്രീസി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇതായിരുന്നു ഇപ്പോൾ പറയുക. കാരണം അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് അവരുടെ ഗ്രീസി. അതേപോലെ അദ്ദേഹം വീണ്ടും പറയുകയാണ്, പക്ഷേ നാളെ, അതായത് അദ്ദേഹം ഇന്നലെ പറയാണ്, നാളെ നീ കളിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കോച്ചാണ്, ഒരു പക്ഷേ ഞാൻ നിന്നെ പുറത്താക്കിയേക്കാം. ഗ്രീസിയും അതിനോട് മറുപടി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സിമിയോണിയുടെ ഫാമിലിയും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. ഞാൻ ഇമാജിൻ ചെയ്ത ലെവലിലേക്ക് ഞാൻ എത്തുന്നതിൽ ഡീഗോ സിമിയോണിയുടെ കീഴിൽ കളിച്ചത് വളരെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വളരെ വളരെ നന്ദി പറയുകയാണ് എന്നും കൂടെ ഗ്രീസി പങ്കുവയ്ക്കുന്നുണ്ട്, ആന്റണി ഗ്രീസ്മാൻ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വളരെ വളരെ പൊട്ടിക്കരയുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു ഇന്നലെ സാക്ഷികളായത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നു.